ഹായ്, ഇന്ന് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ്. ആക്ച്വലി എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചും അറിയില്ല. എല്ലാവരുടെയും വിചാരം എനിക്ക് ഹാക്ക് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റിൽ മാത്രമാണ് വരുന്നത്. അപ്പം നമുക്ക് ഹാക്കിങ്ങിലാണെങ്കിലും ഒഫൻസീവ് ഹാക്കിംഗ് ആൻഡ് ഡിഫെൻസീവ് ഹാക്കിംഗ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. അതിനകത്ത് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിലൂടെ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഡിഫെൻസീവ് ഹാക്കിംഗ് ആണ് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ 6 മാസത്തെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മാസ്റ്റേഴ്സ് 1 ഇയർ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ഒരു ചിന്താഗതി സൈബർ സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ കോഡിംഗ് വേണമെന്നാണ്. കോഡിംഗ് അല്ല സൈബർ സെക്യൂരിറ്റിയിൽ, കൂടുതലും ടൂൾസാണ്, ഹാക്കിംഗ് ടൂൾസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, സൈബർ ഫോറൻസിക് ആയിക്കോട്ടെ, ഇത് ടൂളുകളാണ്. അപ്പോൾ അതിനകത്ത് നെറ്റ്വർക്കിംഗ് ടൂൾസുകൾ വരുന്നുണ്ടാവും. അതുപോലെ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത്, സോഷ്യൽ എഞ്ചിനീയറിങ്, IoT ഹാക്കിങ്, സോഷ്യൽ മീഡിയ ഹാക്കിങ്, അല്ലെങ്കിൽ ഇതിനൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുമാണ് ഈ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളെ